മണ്ടു മണ്ടു ആ ആ മോട്ടർ ഒന്ന് ഓണായിക്ക. എന്താ ആ മോട്ടർ ഒന്ന് ഓണാക്ക്. പൈപ്പിലെ വെള്ളമില്ല. പൈപ്പില് വെള്ളല്ലേ? ഇല്ല. എന്താ മറന്നുപോയോ? മോട്ടർ കേടായിട്ട് എത്ര ദിവസമായി? അപ്പൊ ചന്ദ്രനെ ഞാൻ ആ സാധനം മേടിക്കാൻ പൈസ കൊടുത്താണല്ലോ. അവിടെ നിന്ന് നേരാക്കില്ലേ? നേരാക്കി വെള്ളം വരില്ലേ? ഒരു കാര്യം ഓർമ്മയില്ല, ബോധമില്ല. ഞാൻ ഫോണിന്റെ എടുത്താ. എന്താ ഫോണിന്റെ എടുക്ക്. ഫോൺ എടുക്കാതെ കുറവുള്ളൂ. വേണമെങ്കിൽ പോയി എടുക്ക്. പൂ പറിക്കാനൊക്കെ നേരണ്ടല്ലോ. ഒന്ന് പോയി അന്വേഷിക്കാൻ പാടില്ല. ഭഗവാനെ, ആരോടാ ഇതൊക്കെ പറയുന്നു? ആ അതിന് ആരോടാ ഇതൊക്കെ പറയണ? എന്റെ പൊന്നു ഭഗവാനെ, ഇങ്ങോട്ട് മാറിക്കാടുന്നു. എങ്ങനെ മാറിക്കാൻ? വേഗം വന്ന് നന്നാക്കാൻ പറയൊന്ന്. രാഘവട്ടാ, ആ മേശിരി ചന്ദ്രല്ലേ ഇലക്ട്രീഷ്യൻ പണിക്കൊക്കെ പോണത്? ഇവിടെ എങ്ങാനും വന്നാള്? എന്തേ? ഒന്നും പറയണ്ടെന്നേ. വീട്ടിലേ ആ മോട്ടർ കത്തിപ്പോയിട്ടേ അത് നേരാക്കി തരാന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനം മേടിക്കണം എന്നും പറഞ്ഞ് കാശും മേടിച്ചു പോയതാ. ആ എത്ര ദിവസമായിട്ടും കാണാനില്ല. ഫോൺ വിളിച്ചാട്ട് എടുക്കണില്ല. ഞാൻ ഇപ്പൊ അവന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ആ വീടൊക്കെ അവൻ വിറ്റിട്ട് വേറെ എവിടെ താമസായി എന്ന് പറഞ്ഞു. അതെ, നല്ലൊരു വീടായിരുന്നു അത്. ആ നല്ല വീട് വിറ്റിട്ട് ഒരു കിഴക്കോട്ട് തീട്ടപ്പറമ്പിൽ പോയി താമസിക്കുക. ഇതൊന്നും പറയണ്ടീനല്ലോ. അല്ല, അതിപ്പോ അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. ഈശ്വരൻ തീരുമാനിക്കും ഓരോന്ന്. ഇവൻ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോവാന്നല്ലാണ്ട് അതിപ്പോ അവന്റെ യോഗം അതാണ്. എവിടെ ഇപ്പൊ വീട്? എവിടെ? അത് ഇവിടുന്ന് കിഴക്കോട്ട് പോയിട്ട് ആകെ ഒരു 3 മിനിറ്റേ കൊണ്ടു അടുത്തേക്ക്. കിഴക്കോട്ട് പോയിട്ട് ആടുന്ന് വടക്കോട്ട് ഒരു ഇടവഴിയുണ്ട്. 2-3 വീട് കഴിഞ്ഞാൽ ആടുന്ന് വീണ്ടും കിഴക്കോട്ട്. അല്ല, ആദ്യം പോണ്ടത് ആദ്യം ഈ നേരെ റോഡിൽ പോവാ. അവിടെ പിന്നെ വടക്കോട്ട് ഒരു ചെറിയ റോഡുണ്ട്, എട റോഡ്. ആ എട റോഡിൽ 2-3 വീട് കഴിഞ്ഞാ പിന്നെ കിഴക്കോട്ട് തന്നെ. പിന്നെ കിഴക്കോട്ട്? ആ കിഴക്കോട്ട്. ആടുന്ന് പിന്നെ അത് വീണ്ടും പിന്നെ വടക്കോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് പോവാൻ 2-3 മിനിറ്റ് വേണ്ടു. 5 മിനിറ്റ് മാക്സിമം വേണ്ടു. രാഘവട്ടാ, ഒന്ന് എന്റെ കൂടെ വരും. ആ വീടൊന്ന് കാണിച്ചു തരും. കടയിൽ ആളില്ലാന്ന്. 5 മിനിറ്റല്ലേ വേണ്ടു. ഒന്ന് കാണിച്ചതാ. കടയിലെ സാധനം ആരെങ്കിലും എടുത്തുകൊണ്ടുപോലേ. ഇക്കാലത്ത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്റെ രാഘവേട്ട, അതൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കൊള്ളുന്ന എന്റെ രാഘവേട്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. രാഘവേട്ട ഇപ്പൊ ജനിക്കുമ്പോ ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല. രാഘവേട്ടന് ഇങ്ങനെ ഒരു കട വേണമെന്നും ആ കടയുടെ ഉള്ളിലിരുന്ന് കച്ചവടം ചെയ്ത് ജീവിക്കണം എന്നും ദൈവം തീരുമാനിച്ചാണ്. അത് അങ്ങനെ നടക്കൂ. ഇതെന്താ പ്രശ്നം? ഒക്കെ ദൈവം നോക്കിക്കോളൂ. രാഘവേട്ടൻ നിന്റെ കൂടെ വാ. അതല്ല സുഗത, ഞാനില്ലാതെ കടയിൽ ആരെങ്കിലും ആള് വന്നാ ആ കച്ചവടം പോവില്ല, അവര് മടങ്ങി പോവില്ല എന്നെ കാണാത്തോണ്ട്. അയ്യോ, എന്റെ രാഘവേട്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാഘവേട്ടനെ കിട്ടാൻ വെച്ചത് രാഘവേട്ടനെ കിട്ടും. എല്ലാം ദൈവ നിശ്ചയാണ്. ഇനിയിപ്പോ രാഘവേട്ടൻ കട പൂട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കാന്ന് വെച്ചോ, അപ്പോഴും രാഘവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് സാധനങ്ങൾ മേടിക്കും ആൾക്കാർ. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നാ പോരെ, ദൈവം ആളെ കൊണ്ടുതരില്ലേ? അതെങ്ങനെ രാഘവേട്ട? രാഘവേട്ടൻ കടയിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് യോഗം. അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചത്. രാഘവേട്ടൻ എന്റെ കൂടെ ഒന്ന് വാ. എന്നാ പോവാ. ഇത് പോയിട്ട് വേറെ ആദ്യം കിഴക്കോട്ട് പോണം. എന്ത് കളിക്കാനാ? എത്ര കാലായി? ഒരു 100 റുപ്യല്ലേ? ഒരു മാസായില്ലേ മായിട്ട്? കരിങ്കോയി മാണോ മറ്റേ അമ്മമ്മ കോയിന് അമ്മമ്മ അറിയാണ്ട് പിടിച്ചെന്നേ. ഞാൻ പൈസ ഇല്ല, ഞാൻ പറ്റിക്കൂല. ഈ ഒരു മാസമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? ഒരു കാര്യം ഞാൻ രാഘവോട്ടോട് മേടിച്ചാ പൈസ തരാണ്ട് ഞാൻ വിടുവല്ല, ഉറപ്പിനാ. എന്നാ ചെല്ലി രാഘവോട്ടോട് മേടിച്ചാ ഒരു പൈസ കൊടുക്കണ്ടേ? പൈസ എനിക്ക് പൈസ വേണോ? നിന്റെ പൈസ ഞാൻ എന്റെ പൈസ തരണോ? നാട്ടിൽ ഒരാൾ ഞാൻ പറ്റിച്ചില്ല. 100 കൂടി എന്നെ പറ്റിച്ചപ്പോ ഞാൻ എത്ര പ്രാവശ്യം ഈ രാജൻ വൈദ്യര് പറഞ്ഞു, ഈ കരിങ്കോയിന്റെ ഇറച്ചി എന്റെ ചോരി കഴിച്ചു കഴിഞ്ഞാൽ തടിയൊന്നും ശളവും ബുദ്ധിയൊന്നും വികസിക്കുന്ന കഷ്ടകാലത്തിന് കരിങ്കോയിന്റെ ചോരി ഇറച്ചി വളർത്തുന്നത് ഒരു കാര്യമില്ല. ഒരു മണ്ണാക്കട്ടയും വന്നിട്ടില്ല എനിക്ക്. എനക്ക് 100 റുപ്യ വലിയ പൈസ. നീ രാജൻ വൈദ്യരോട് പഠിച്ചോ. രാജൻ വൈദ്യരോട് പഠിച്ചോ. രാജൻ വൈദ്യരെ കോയിൽ എന്റെ അമ്മമ്മന്റെ കോയല്ലേ? അതെയാ? എന്നാ പിന്നെ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, അത് അടിക്കട്ട്. നിനക്ക് 100 അല്ല 500 ഞാൻ തരും. പണിയെ പൈസ വേണ്ടേ? സുധി, നീ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാ. പൈസ വേണം. സോഡ രാവട്ടിന് കടിയില്ല. സോഡ വേണം, സോഡ. ആ സോഡയുണ്ട്. സോഡയും പിന്നെ ലൈസ് വേണം 5 എണ്ണം. ലൈസൻസ് എണ്ണ. പിന്നെ പറഞ്ഞോണ്ട് പിന്നെ ഇത് വേണം, മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി ഓഫ് വിസ്കി? ബ്രാൻഡി. ഞാനും ബ്രാൻഡി. അത് ബ്രാൻഡിക്ക് ഇതെല്ലാം വേണ്ട, എരിവ് ഉണ്ട്. വേറെ ബിസ്ക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റ് ഉണ്ടോതാ?
ഈ രാഘവട്ടം വെച്ചെടുത്തൊരു സാധനം വെക്കൂല. ഓറഞ്ച് കളർ ബിസ്ക്കറ്റ് നല്ല അടിപൊളി ബിസ്ക്കറ്റ്. 1 ലിറ്റർ സോഡ. അത് അപ്പൊ എത്ര ഏട്ടാ? കണക്ക് കൂട്ടാറെ കണക്കിന്റെ മാഷാത്തി. ഒരു 100 കൊടുക്കാൻ കൈമ്പ് ആവശ്യമുണ്ട്. 180. ആ സോഡ എത്ര ഏട്ടാ? പൈസ വേഗം പോ. ഓക്കെ. എത്ര ആരല്ലേ? എത്ര ആളല്ലേ? 100 പിടി പോല പോകുമ്പോ വീട്ടിൽ പോയി കഴിച്ചു എടുത്തോടാ. ഇയാൾ ഏത് ഭാഗത്താ ഇപ്പം വരല് പറയാൻ പറ്റുള്ളൂ. രാഘവട്ടാ വളരെ ഉപകാരം. അതെ നമുക്ക് പോയിട്ട് സാധനം മേടിച്ച് കയ്യോടെ നേരാക്കും. എന്തേ ഓർത്തു? ഞാൻ ഇട്ട തൂക്കിയിട്ട് സാധനം എടുത്തു 5 തൂക്കിയിട്ട് പോയില്ലേ? എന്തെല്ലാം പോയിട്ടുണ്ടാവും. ശരി എന്താ നോക്കണ്ടേ? എവിടെയാ നോക്കണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലോ പോയി. നീ ആർക്ക് അതിന്റെ പൈസ തരണം? എന്തിനു ഞാൻ തരുന്നേ? പിന്നെ ആര്? നീ അല്ലേ പറഞ്ഞു ദൈവം നോക്കിക്കോളും നിങ്ങൾ ആത്മാട്ടായിട്ടെന്ന്? അല്ല നിങ്ങൾ ഇവിടെ വന്നു തരി. അത് പിന്നെ രാഘവേട്ടാ, ഇന്നത്തെ ദിവസം രാഘവേട്ടൻ എന്റെ കൂടെ കടയിൽ നിന്ന് പുറത്തു വരണമെന്നും ആ സമയത്ത് ആരെങ്കിലും വന്ന് ഇത് എടുക്കുന്നും ദൈവനിശ്ചയവും. അതിന് ഞാനെന്ത് ചെയ്യാനാ? എടാ സുഗത, ഞാൻ അമ്പലത്തിൽ പോലും കാണിക്കയിടലും പ്രാർത്ഥിക്കലെല്ലാം ഉണ്ട്. ദൈവം തരുന്ന വിചാരിച്ച് വീട്ടിൽ പോയി മരുന്ന് കിടന്നാല് ദൈവം ഇങ്ങ് ഉരിച്ചു തരുകയും ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ തരേണ്ട പൈസ എനിക്ക് നീ തരണം. ആ പൈസ നീ തരണം. രാഘവട്ടാ, മണ്ടോദരിക്ക് ശമ്പളം കിട്ടിയിട്ട് പൈസ എനിക്ക് തന്നിട്ടില്ല. അവള് പൈസ തരുമ്പോ ഞാൻ കൊടുന്നു തരാം. അതും ദൈവനിശ്ചയമായിരിക്കും അല്ലേ? ഞാൻ പോട്ടെ. ശരി, കൊണ്ടുവന്നു തരും. രാഘവട്ടാ സുഖല്ലേ? ഒരു കോലുമുട്ടായി വേണം. പൈസ ഉണ്ടാ? കട തരാനാവൂല. ₹40 ഞാൻ തരാൻ. അതെടുത്തോ. കോലുമുട്ടായിന്റെ എടുത്തോ. ബാക്കി ₹5 തന്നെ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം അങ്ങനെയുണ്ട് അല്ലേ? ഇപ്പൊ പൊതുവെ കച്ചവടം കുറവാന്നല്ലാരും. ബാക്കി ബാലൻസ് ₹5 ആവാട്ടെ. ആ തരുന്ന്. ആ തരാണ്ടോ നോക്കൂല. ഓ വീട് നിർത്ത പൈസ വീട് തന്നെ കൊടുത്തു. കുറ്റബോധത്തിന്റെ ആവശ്യമില്ല, കള്ളത്തരമില്ല. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? നോ മെൻഷൻ.
ഞാൻ ദൈവമൊന്നല്ല അങ്ങനെ ആരുടെ ഒഴിയാൻ. ഞാൻ നിന്നൊഴിഞ്ഞതല്ല, ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ച ഈ സമയത്ത് നിന്നോടാരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞ്? ഞാൻ എവിടെ ആദ്യം ഇരുന്നത്? ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കണ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? ബഹുമാനത്തോടെ എണീറ്റിക്കണ്ടേ? ഇല്ല, ഞാൻ തലൂത്തിക്കാം. ഇവിടെ ഒരാൾക്കുള്ള വട്ട് പോരാ, ഇനി എന്നെ കൂടെ വട്ടാക്കാത്ത കുറവുള്ളൂ. എന്താ ഇവിടെ ഈ പറയണ? ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഈ ദൈവത്തിന് പ്രാർത്ഥിക്കണത്? അതിന് ഇങ്ങനെ വേഷം കെട്ട് കാണിക്കല്ല വേണ്ടത്. ഇത് വേഷം കെട്ടത്? പിന്നെ അല്ലാതെന്താ, ഒറ്റമുണ്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക, ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും. എന്റെ ഭഗവാനെ, ഇവൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയണതാണ്, അവൾക്കൊന്നും വരുത്തല്ലേ. അതെ, കുടുംബത്തിലെ ഐശ്വര്യം വേണമെങ്കിലേ കുടുംബത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്താണ് ഇവിടെ കൃത്യമായിട്ട് നടക്കാത്തുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? എന്താ നീ ചെയ്യേണ്ട കാര്യം? ഞാൻ സമ്മതിക്കായിരുന്നു. ആ കൊച്ചു 10ാം ക്ലാസ്സിലെ ട്യൂഷന് വിടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കണ്ടോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞു അവനെ ട്യൂഷൻ വിടാതിരിക്കാനുള്ള കാരണം പലതവണ ഞാൻ നിന്റെ ആങ്ങളെ വരുന്നുണ്ടല്ലോ. എന്താവശ്യത്തിനാണാവോ? എന്തിനിപ്പോ ആവശ്യം? പെങ്ങളെ അളിയനെയും കാണണമെന്ന് തോന്നിണ്ടാവും. അല്ലാതെ നിങ്ങളുടെ അനിയൻ ആ മന്മഥം വരും പോലെ പൈസക്ക് വേണ്ടി വരണല്ല. കണ്ടറിയാം. എങ്ങോട്ട് പോണേ? പൂജ തുടങ്ങിയോ അളിയാൻ? എന്താ എപ്പഴാ പൂജ ഇല്ലാത്ത? വിശ്വാസൊക്കെ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ കേക്കണ്ടേ? ആ, കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല, അതന്നെ വലിയ കാര്യല്ലേ. പിന്നെ അതെ, ഞാൻ പറയായിരുന്നു ശീതലേട്ടാ, ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. എനിക്കൊരു 5000 ഉറുപ്പിയുടെ അത്യാവശ്യമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട പണ്ട് പറഞ്ഞു. എന്തിനും മാർഗമുണ്ടോ നോക്കും. മണ്ടോ ആ തലൊന്നിട്ട് മാറ്റി. എന്തേ? അല്ല, ഈ വന്നിരിക്കണതേ എന്റെ അനിയൻ മന്മഥനാണോ അതോ അളിയൻ ശീതളനാണോ എന്ന് ഉറപ്പുവരുത്തിയതാ. അളിയെ കളിയാക്ക? കളിയാക്കിയതല്ല അളിയാ. അപ്പൊ അളിയങ്ങോട്ട് വരുമ്പോ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ ആങ്ങളെ വരുന്നതേ നമ്മളെ കാണാനാണ്, അല്ലാണ്ട് നിങ്ങളുടെ അനിയൻ വരുന്ന പോലെ കാശിനല്ലാന്ന്. അപ്പൊ അളിയനാണോ അനിയനാണോ എന്നൊന്ന് ഉറപ്പുവരുത്തണല്ലോ. ആക്കല്ല അളിയാ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തന്നേക്കാം. ഇപ്പൊ പൈസയുടെ കാര്യമാണോ വലുത്? പിന്നെ അല്ല, ഇവിടെ വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ. ശീതലേട്ടൻ കേക്കണം, മോൻ 10ലല്ലേ, അവനെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വിടാൻ പറഞ്ഞിട്ട് കേക്കണില്ല. ട്യൂഷൻ വിടണ ആളെയാ, കുട്ടീനെ ട്യൂഷൻ വിടണ, അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. എന്റെ അളിയ എന്തിനാ അവന് ട്യൂഷന് വിടണത്? അവൻ 10ാം ക്ലാസ് പാസ്സായിട്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അതിന് ട്യൂഷന് വിടണമെന്നൊന്നുമില്ല. എന്നാ പിന്നെ അവനെ സ്കൂളിലേക്കും വിടണ്ട, അവൻ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങിക്കോട്ടെ. ദൈവം വിചാരിച്ച വെറുതെ കിടന്നുറങ്ങണവനും A+ കിട്ടും. എന്റെ അളിയ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, ദൈവദോഷം ഉണ്ടാവും. അളിയ, ഞാൻ ദൈവത്തിന് നിന്നിച്ചോന്നല്ല, ഞാനും ദൈവവിശ്വാസിയാണ് എന്ന് വിചാരിച്ചിട്ട് ദൈവം എല്ലാം ഉരുട്ടി വായിലേക്ക് വെച്ച് വരും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്ന പട്ടിണിയായിരുന്നു രാവിലെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ എന്നാ. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യണം, എന്നാലേ അതിന്റെ കർമ്മഫലം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ടെങ്കിലും കുത്തിയിരുന്നിട്ട് കർമ്മഫലം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന നടക്കുവോ? അങ്ങനെയൊന്നല്ല. ഏത് നേരം ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരുന്ന പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും നടക്കണുണ്ട്. ശരി, അത് കൃത്യമായിട്ട് നടക്കണ്ടല്ലോ. പുള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം മണ്ടോദരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വരിക, പഞ്ചായത്ത് ഓഫീസിൽ പോവുക, ജോലി എടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മേടിക്കുക, അതിന് അരി മേടിച്ച് ഈ സുഗതനെ തീറ്റിക്ക. എന്താ അങ്ങനെ പറയണേ? ഞാനും ജോലിക്ക് പോയിരുന്നല്ലേ, പല ജോലിയും ചെയ്താ. കച്ചവടം പൊളിഞ്ഞു, ഞാൻ വീട്ടിലായി, അതിനെന്ത് ചെയ്യാനാ? കച്ചവടം പൊളിയാനുള്ള എന്താ കാര്യം? അതെന്താ കാര്യം? ഈ ദൈവവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അളിയും എല്ലാവരെയും ക്യാഷിൽ പിടിച്ചിരുത്തിയിട്ട് അളിയാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ പിന്നെ അവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാനല്ല, അവർക്ക് കിട്ടാനുള്ളൊക്കെ അവരെടുത്തു. അതന്നെ, അപ്പൊ ദൈവം കണ്ടില്ല. എന്റെ ഭഗവാനെ, ഇവരെന്തൊക്കെ ഈ പറയണേ? അവരോട് പൊറുക്കണേ ദൈവേ. അതെ, നീ അറിയാതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് അങ്ങനെ കച്ചവടം പൊളിഞ്ഞത് ദൈവനിശ്ചയാണ്. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങണമെന്നും അത് പൊളിയണമെന്നും വീട്ടിലിരിക്കണം എന്നാണ് ഭഗവാന്റെ നിശ്ചയം. അത് നടന്നു, അതിനെന്താ കുഴപ്പം? അത് ശരി. എന്നാ ഒരു ദൈവനിശ്ചയം കൂടി ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ഒരു 5000 ഉറുപ്പിയുടെ കാര്യത്തിന് അളിയന്റെ അടുത്ത് വന്നപ്പോ അളിയൻ ആ കാശ് എനിക്ക് എടുത്ത് തന്നെന്നും ഞാൻ സുഖമായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി എന്നും ഒരു ദൈവനിശ്ചയുണ്ട്. ആ കാശ് ഇങ്ങോട്ട് താഴെ ഞാൻ പോട്ടെ. നേരില്ല, അങ്ങനെ ഒരു ദൈവനിശ്ചയം ഇല്ല. കാരണം ദൈവം അങ്ങനെ നിശ്ചയിക്കില്ല. ദൈവത്തിന് അറിയാം എനിക്ക് നിനക്ക് തരാൻ 5000 ഉറുപ്പ്യ ഇല്ലാന്ന്. എന്നാ വേറെ ദൈവനിശ്ചയം ഞാൻ പറയാം. എന്റെ ആങ്ങളെ വന്ന് 5000 ചോദിക്കുന്നും ആ 5000 ഞാൻ കൊടുക്കുന്നും ദൈവത്തിന്റെ ഒരു നിശ്ചയുണ്ട്, ഞാൻ തരാം. ദൈവമേ, എന്തെങ്കിലും ഒന്ന് വേഗം നിശ്ചയിക്കും. ഇനിയിപ്പോ അവൻ പോയി മുടക്കണാവോ? എനിക്ക് അത്യാവശ്യമുണ്ട്. എല്ലാവരുടെ അടുത്തും കൈ നീട്ടണായിട്ട് നല്ലല്ലേ വെച്ചിട്ടപ്പോ പിടിക്കുക. വല്ലാത്തൊരു ദൈവനിശ്ചയം. കുറച്ച് ഉപ്പിട്ട്
മതിയോ? അത് പൈസ മന്മാരുടെ തരൂ. തരൂ, എന്തായാലും തരൂ. കൊറേ ആയല്ലോ. തരൂ ഓരോ. ഇതിന് സോഡ വാങ്ങിച്ചാ ഞാൻ വെള്ളം വാങ്ങിക്കാനല്ലേ പറഞ്ഞു. വെള്ളായാലും സോഡയാലും നല്ലേ, കുറച്ച് ആശ്വാസം കിട്ടൂലേ കേട്ടാ. ഞാൻ കുടിക്കാനല്ല ചോദിച്ചത്. രണ്ട് ഈ വൈപ്പറിൽ ഇതിലേക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മേടിക്കാൻ പറഞ്ഞത്. പൈസ ഞാൻ കൊടുത്തിരുന്നാ മതി കേട്ടാ. ഏയ്, ഈ സോഡയുടെ പൈസ ഞാൻ തരൂല, നീ എവന്റെ തന്നെ വാങ്ങിച്ചോളണേ. ഞാൻ പണിയില്ല. നീ പണിയില്ലെങ്കിൽ പണിക്ക് പോകണം. ചുമ്മാ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പണിക്കാരും വിളിച്ചാൽ പോവുകയും ചെയ്യും. ഇവിടെ ഒരു ഓട്ടോ ഉണ്ട്, ഓട്ടോ വിളിച്ചിട്ട് വരാം. ആണോ ഒരു ഓട്ടോ പോവാം. എവിടെ പോയി? ആശുപത്രി മുക്ക് 2 കിലോമീറ്ററിൽ ഇളങ്ങ് നടന്നു പോടേ. എന്തിനാ ഓട്ടോ വിളിക്കണേ? പൈസ തരാന്ന്. പൈസ തരാൻ ഞാൻ ചോദിക്കണ പൈസ നീ തരുമോ? പിന്നെ അവിടെ വരെ പോകാനുള്ള പൈസ ഞാൻ തരും. നീ 500 രൂപ എങ്കിൽ ആശുപത്രിക്ക് ഞാൻ കൊണ്ടുപോകാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓട്ടോയുടെ ഫുള്ള് പൈസ ഞാൻ തരാം. ഭർത്താവ് അടിക്കാതെ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ പോയി വിളിച്ചിട്ട് പോകും. അതെനിക്കറിയാം. ചങ്ങായി നടക്കണോ, ആരോഗ്യം ഉണ്ടാട്ടെ. 2 കിലോമീറ്റർ പോകാൻ ഓട്ടോയിലേ പോകുള്ളൂ. കള്ളു കുടിക്കാനുള്ള പൈസ വേണേ മേടിച്ചോ. അടുത്ത വീഡിയോ ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് പണിയില്ലല്ലോ. കണക്ക് പണിയില്ലല്ലോ. നിങ്ങൾക്ക് പണിയുണ്ടായിരുന്നു. എനിക്ക് സുഖല്ലടാ. രാവിലെ വിളിച്ചപ്പോ ഒരു മേല് കൈമാന. 365 ദിവസം സൂക്കേടാണ് നിനക്കില്ലേ? ഒരു ചെറുക്കപ്പോ ഓട്ടം വന്ന 2 കിലോമീറ്റർ പോയി ഓട്ടമാണ്. ഞാൻ നടന്നു പോകാൻ പറഞ്ഞു. 10 കിലോമീറ്റർ എങ്കിലും വേണ്ട മിനിമം, എന്നാലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. എന്റെ ഒരു കാര്യം അത് ഒന്നാമത് ഫുള്ള് സ്പിരിറ്റ് ആണ് ഇപ്പൊ കത്തിയനെ. ഞാൻ അടുത്ത വീഡിയോയിലെ ഞാൻ ചോദിച്ചിനി ആരെങ്കിലും പൈസ കൊടുക്കണ്ട. നിങ്ങൾ ഗ്രൂപ്പോടെ പറ്റിക്ക് ഇറങ്ങിയിരിക്കണം. ഒരാള് സോഡ, ഒരാള് ബീഡി. കഷ്ടം. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേടേ. സുഖേട്ടാ, നിങ്ങൾ രാഘവേട്ട അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നല്ലോ. എന്തിന്? എന്തോ അഡ്വാൻസ് മേടിച്ചിട്ട് എന്തോ പണിക്ക് പോയിരുന്നിട്ട്. തൊഴുത്തിന്റെ പണിക്കാത്തേ എന്തിനാ പോവാത്ത? രാഘവേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരനാ. ആ ബഹുമാനൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പരുടെ മകണ്ടല്ലോ സത്യൻ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ ഒപ്പം പഠിച്ചവൻ. അതുകൊണ്ട് അപ്പൊ ഇപ്പോഴല്ലേ ഗൾഫിൽ പോയിട്ട് പുത്തമണക്കാരനായത്. ആ അഹങ്കാരം എന്നോട് കാണിക്കാൻ പാടും. അവൻ ഫോൺ വിളിച്ചിട്ട് സുഗത ആ തൊഴുത്ത് ഇങ്ങനെ കെട്ട്, തെങ്ങും തെങ്ങും ഇങ്ങനെ വെക്ക്, കിണറിന്റെ മതിൽ ഇങ്ങനെ കെട്ട്. വലിയ മുതലാളി നമ്മളോടാക്കിയാ അത് കാശ് മുടക്കണമെന്ന് അവന്റെ ഐഡിയ ഒക്കെ കാണും. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നിരിക്കും. അതിനിപ്പോ എന്താണ്? അഭിമാനം വിട്ട് സുഖമായിട്ടൊരു വേറെ പരിപാടിയില്ല. അഡ്വാൻസ് വെച്ച് നക്കി. അപ്പൊ അഭിമാനമൊന്നുമില്ല അല്ലേ? 2 ദിവസം ഞാനിവര് ഷെയർ ഇട്ടത് അതല്ലേ. ഇതൊക്കെ തന്നെ നിങ്ങളെയൊക്കെ പരിപാടി. ഇന്ന് ഞാൻ ഇല്ല ഷെയർ. എനിക്ക് വേറൊരു ഓട്ടം വരും. ആ ഓട്ടം വരുമ്പോൾ ഞാൻ സാധനം എടുക്കാൻ ബീവറയിലാണ് പോണത്. പോയി കഴിയുമ്പോൾ അവരെനിക്ക് ചെറുത് തരും. ഞാൻ ഇന്ന് അത് അടിച്ചോളാം. നിങ്ങളെ കൂടെ ഒക്കെ ഷെയർ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ കവർ നക്കി ജീവിച്ചടാ. കാശുണ്ടോ? പിന്നെ ഇങ്ങോട്ട് പോണ്. ശരി. ചേട്ടാ, ഈ രാഘവൻ ചേട്ടാ വീട് എവിടെ? ആരുടെ? രാഘവന്. രാഘവൻ ചേട്ടൻ ഇവിടെ നേരെ പോണം. റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് സൈഡില് ഒരു നീല ഗേറ്റിന്റെ വീടുണ്ട്. നീല ഗേറ്റ് അവിടെ. എന്താ കാര്യം? അവിടെ കുറച്ച് പണിയുണ്ട്. ഈ തൊഴുത്തിന്റെ പണിയാണോ? അയ്യോ, രാഘവൻ ചേട്ടൻ മർഗയ ചത്തു. മോർണിംഗ് രാവിലെ ഞങ്ങൾ പോയിട്ട് ക്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജാവോ ജാവോ. രാഘവൻ ചേട്ടൻ മരികയ പോലെ മരികയ. ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല. പോയിക്കോ. ജാവോ ഓക്കെ. ഭാരത് മാർക്ക് ചെയ്യും. ഗോയ ഹിന്ദിക്കാരാണ്, നമ്മള് ഹിന്ദി പറയണം. എന്തോന്നല്ലേ എന്ത് ആവശ്യമില്ലാത്തൊക്കെ പറയണത്. നീ പണിക്ക് പോയും ചെയ്യല്, പണിക്ക് പറഞ്ഞൊരു പണിക്ക് വിടുകയും ചെയ്യരുത് കേട്ടാ. എടാ, ഞാൻ അഡ്വാൻസ് മേടിച്ച പണിയാണത്. അത് വേറൊരാള് ചെയ്യണ്ട. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം രാഘവേട്ടൻ. ഒന്ന് ചെയ്തു തരുമോ സുഗത, ഒന്ന് വാ സുഗത പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു സുഖം. അങ്ങനെ എന്റെ പണി വേറെ ആരും എടുക്കണ്ട. എന്തുകൊണ്ടാ എന്നെയും കൂട്ടുവന്നു. എടാ ചങ്ങയ്യേ, കോൻ മോത്തെ മെയിൻ മയ്യത്ത് നഹീം മയ്യത്ത്, രാഘവൻ മയ്യത്ത് നഹീം. ഏത് കള്ള നായിയാണ് പറഞ്ഞു ഞാൻ ചത്തുന്നു. ഏ അമർ ഹേ ഇതൊരു വെയിറ്റിംഗ് കർത്ത. ഞാനിവിടെ കാത്തിരിക്കാനുള്ള നായിയെ. എന്ത് നായി രാഘവട്ടെ, ഇതെന്നാ രാവിലെ തന്നെ ഹിന്ദി? ആ കവലിന്ന് ആരോ പറഞ്ഞു ഞാൻ മരിച്ചു. അതെന്ത്? അതാരോ പറഞ്ഞേ? ഞാൻ ആ ഒരു ഹിന്ദിക്കാരനോട് പണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഓൻ ആ കവലിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വഴി വെച്ചു. അന്നേരം അവര് രാഘവട്ടം ചത്തുപോയി. ഇങ്ങനെ കുത്തിത്തിരിപ്പാക്കാൻ കുറേയാണ് ഇറങ്ങുന്നുണ്ട്. എന്തായാലും പണി എന്തേലും നമ്മളെ നാടല്ലേ, നമ്മളെ ഈ ആല പൊളിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തി കെട്ടാൻ വേണ്ടിട്ട് ആ സുഗതനെ ഏൽപ്പിക്കും. നമ്മളെ ഒരു സുഹൃത്തിന്റെ മോനാണ് സുഗതൻ.
പണ്ടേ ഓന്റെ അച്ഛനും ഞാനെല്ലാം ഒന്നിച്ച് പഠിച്ചാ. അപ്പൊ ഓൻ വന്ന് ഇതെല്ലാം നോക്കി പണിയെല്ലാം എടുക്കാം, വേഗം എടുത്ത് തീർത്ത് തരാമെല്ലാം പറഞ്ഞിട്ട് എന്നോട് അഡ്വാൻസും മേടിച്ചു. അതിനുശേഷം 2 ആഴ്ച ഓൻ ഇങ്ങോട്ട് പോന്റെ പൊടി പോലും കാണും. അല്ല ഞാനിപ്പോ ഇതേപോലെ വീടിന്റെ ബാക്കില് പിന്നെ കാർഡ് കളിക്കാൻ വേണ്ടിട്ട് ആ ഉണ്ണീനെ തപ്പി ഇറങ്ങിയതാ. പൈസയും അഡ്വാൻസും കൊടുത്തിട്ട് 2 ദിവസമായി. അതെല്ലാം ഒരു കമ്പനിയാന്ന്. ആടെ ഇരുന്ന് വാടായി എടുക്കുന്നല്ലാണ്ട് ഒരു പണി എടുക്കൂല. എന്ത് ചെയ്യാനാ, ഞാനിപ്പോ നോക്കാൻ ഇറങ്ങിയതാ. ഞാൻ നോക്കിട്ട് വരുന്നു വേറെ ചെയ്യാനിപ്പോ. ഞാൻ മരിച്ചു, ഞാൻ അറിയാണ്ട് ഞാൻ മരിച്ചു. എന്താ വേണ്ടേ? ഞാൻ ചൊറിയും മാന്തിയാലും ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതും പറ്റൂലേ? സുഖതാട്ടിനെ സുതിയല്ലേടാ പോയിനി കാണുന്നില്ല. ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഉണ്ണി അറിഞ്ഞില്ലേ? എന്തേ? അവര് ഇതെടുക്കാൻ പോയി. എന്താണ് പാസ്പോർട്ട്? ആയ് സുഖതാട്ടിന് അത്ര നല്ല ബ്രാൻഡ് പണിക്കേണ്ട ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. ഏതാ ഉദ്ദേശം? അതല്ല, പുറത്ത് മറ്റേ ഫ്ലൈറ്റിൽ പോണ പാസ്പോർട്ട് ഇല്ലേ? ഫ്ലൈറ്റ് പോവാനാ സുഖതാട്ടിനാ? അവരെന്താ ഇസ്രായേലിൽ പോകാൻ വേണ്ടി ഏജൻസി പോയേക്കാ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. ഇസ്രായേലിൽ പോവാനാ? എന്തിനി? ഈ തൂമ്പാ പണിക്കൊക്കെ എന്തോ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ എന്തോ വാർത്ത എന്താ കണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പാസ്പോർട്ട് എടുക്കാൻ പോയേക്കാ അവര്. എന്നാ എനക്കും പോണം ഇസ്രായേലിന് അമാസിനൊക്കെ കാണാൻ. എനക്കും പോണം. ഹമാസാ? എനക്കും പോണല്ല. എന്നോട് പറയണ്ട അങ്ങനെ അവരങ്ങനെ. അത് മോശമില്ല പരിപാടി. നിങ്ങൾ ചങ്ങായികളല്ലേ? ചങ്ങായി കൂടെ നിന്നിട്ട് പറ്റിക്കുന്നല്ലേ. നമ്മളും പോവും. വിളിച്ചോക്കട്ട്. നീയാ ഞാൻ മരിച്ചെന്ന് പറഞ്ഞേ? നീ? ഞാനല്ലതാ ഇവ ഉണ്ണിയാ. ഞാൻ മരിച്ചെന്ന് നീ പറഞ്ഞേ? ഞാൻ മരിച്ചിട്ട് നിനക്കെന്താ കിട്ടലേ? ഞാൻ മരിച്ചിട്ട് നിനക്കെന്താ കിട്ടണേ? കിട്ടൂല. ഞാൻ മരിച്ചെന്ന് പറഞ്ഞു. സുഖതാട്ടാ പറഞ്ഞത്. എവിടെയാണ്? എപ്പായാലും മരിക്കൂല. വേറെ കളിക്കണ്ട എന്നോട്. ഞാൻ ചത്തു. എന്താ എന്താ നിനക്ക്? ഞാൻ ചത്തിന് നിന്റെ സ്വത്ത് എനിക്ക് കിട്ടോളാം. നാട്ടിലെ വിവരം നേരത്തെ അറിയാലോ. എനക്ക് പോയിക്കോളായിരുന്നു എന്റെ മുമ്പ്. എന്താന്ന് ഒരു ഇടിയും മിന്നലും വന്ന പോലെയാ രാഘോട്ടം വന്നു പോയത്. എന്തിനാണോ അയാളെ ഇങ്ങനെ ചീത്ത വിളിച്ചത്? കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പുണ്ട്. മോനെ ഒരു വീഡിയോ ഇട്ട് മോനെ. എന്റെ വായിരിക്കണ കേക്കണ്ടേ പൊക്കോ. ഇപ്പൊ എന്താ രാജ്യത്തിന്റെ പേര് പറഞ്ഞേ? ഇസ്രായേല്. ഇസ്രായേല്. അതായത് നിങ്ങൾ ടെല്ലവീവിൽ എത്താം. അവിടെ എത്തിയിട്ട് ഒരു ടാക്സി പിടിക്കുക. അവരോട് പറഞ്ഞാ മതി ആൽഫ്രഡ് നിക്കോളാസിന്റെ ഫാം ഹൗസ് എന്ന്. അതിനൊന്നും ഒരു മാറ്റമില്ല. 2 ലക്ഷം 2 ലക്ഷം തന്നെ കിട്ടും. ശരി, നല്ല ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂട്ടോ. വീഡിയോ കോൾ ചെയ്താൽ മതി കേട്ടാ. ശരി ശരി. നമസ്കാരം ചേച്ചി. എന്താണ് ഇവിടുന്ന് അഡ്വാൻസ് മേടിച്ച് മുങ്ങിയതാ? അല്ല അത് പിന്നെ അന്ന് ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ട് പോണ വഴിക്ക് എന്റെ ഈ നടു ഒന്ന് വിലങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് മാറുക. ഒരാഴ്ച കഴിഞ്ഞിട്ടോ? പിന്നെ നമുക്ക് വേറെ 1-2 വീടിന്റെ പണികൾ വന്നപ്പോ അത് നോക്കാൻ വേണ്ടി പോണേലിടയ്ക്ക് പിന്നെ അത് അങ്ങനെ എന്തായാലേ അഡ്വാൻസ് മേടിക്കുക എന്നിട്ട് പണിയെടുക്കാതിരിക്കുക വലിയ സംഭവമാണ്. അല്ല അത് വരാം. അത് ഒരു ദിവസം. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്ന്? ചേച്ചി ഞങ്ങള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ഇസ്രായേലിലേക്ക് പണിക്കാരെ വേണമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കണ്ട്. അപ്പൊ അതിൽ കണ്ട നമ്പറിൽ ഞാൻ മെസ്സേജ് ഇട്ട്. അപ്പൊ ശീതള എന്ന് പറഞ്ഞ അണ്ണൻ പറഞ്ഞ് ഇവിടെ വന്ന് ചേച്ചിയെ കണ്ടാൽ മതി, എല്ലാ കാര്യങ്ങളും ചേച്ചി പറയുന്നു. അത് പിന്നെ ശീതളേട്ടൻ ഇസ്രായേലിൽ ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലല്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനാ. ശരി ശരി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്രായേലിൽ പോകണമെന്നുണ്ട്. അല്ല അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. കുറച്ച് പൈസ ചെലവൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം, അത് ചെലവുണ്ടാവും. പിന്നെ ചുമ്മാ പോകാകൂലല്ലോ. അത് മാത്രല്ല അവിടെ പണിക്കാർക്കാണ് പോകാൻ പറ്റണത്. അല്ല ഈ തൂമ്പ പണിക്കാരനാണ് അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്, പക്ഷെ എന്റെ അച്ഛൻ ഈ പണി അറിയാം. ആയിക്കോട്ടെ, അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ എക്സ്പീരിയൻസ് കാണിക്കണം നമ്മള്. അല്ല അത് പിന്നെ അറിയാലോ, വേടത്തിന് അറിയാലോ, ഞാനല്ലേ ഈ നാട്ടിലെ എല്ലായിടത്തും ഈ തോട്ടപ്പണിയൊക്കെ എടുക്കണത്. എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് അഡ്വാൻസ് മേടിച്ച് ഇവിടെ കിളക്കാന്ന് പറഞ്ഞു പോയ ആള് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇതിപ്പോ ഇസ്രായേലിൽ എന്താന്നറിയാമോ? 2 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളം.
അപ്പൊ ഈ 2 ലക്ഷം വെറുതെ ഒന്നും കിട്ടില്ല. അല്ല മാഡം, ഈ തോട്ടപ്പണിക്കാർക്ക് തന്നെയാണോ ഈ 2 ലക്ഷം റുപ്യ മാസം ശമ്പളം? അതെ, 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. അത് വെറുതെ കിട്ടൊന്നുമില്ല, നന്നായിട്ട് പണിയെടുത്താലേ തരുള്ളൂ. പക്ഷെ അവിടെ പണി കിട്ടണമെങ്കിലേ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറയണം. അത് മാത്രല്ല, കയ്യിലെ തഴമ്പ് കാണിക്കണം. തഴമ്പ് ഉണ്ടല്ലോ. എവിടെയുണ്ട്? എവിടെയുണ്ട് പണി എടുക്കാത്ത? ഇതെന്താ? ഞാന് ഓട്ടോറിക്ഷ എന്റെ കയ്യിൽ തഴമ്പ് വരൂല. ഇതിപ്പോ നിങ്ങൾക്കില്ലാത്ത നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണോണ്ടാ. പാസ്പോർട്ട് അല്ലേ വേണ്ടേ, തഴമ്പെന്തിനാ? അത് ഈ ജോലിക്കുള്ള എക്സ്പീരിയൻസ് പിന്നെ എങ്ങനെയാ കാണിക്കാ? ആരെങ്കിലും എഴുതി തരുമോ? ഇസ്രായേലിലെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ തഴമ്പാണ്. മാഡം ക്വാളിഫിക്കേഷനോ 7ാം ക്ലാസ്സിൽ പഠിച്ചു. വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, തയമ്പ് കയ്യില് തഴമ്പ് വേണം. ചേച്ചി ഇതിപ്പോ എപ്പോഴാണ് പോണത്? ഇതിപ്പോ മാർച്ചില് ഒരു ഫസ്റ്റ് ബാച്ചിനെ വിടണ കാര്യം ശീതളേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി 1 മാസം സമയമുണ്ട്. ഈ 1 മാസം കൊണ്ട് ഞങ്ങൾ പുറത്ത് പണി എടുത്തിട്ട് കയ്യിലെ തഴമ്പുണ്ടാക്കാം. ഇപ്പൊ പുറത്തു പോയി പണിയെടുത്താ എനിക്കത് കാണാൻ പറ്റില്ലല്ലോ. ഞാനും കൂടെ ശീതളേട്ടനോട് റെക്കമെൻഡ് ചെയ്യണ്ടേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ പറമ്പിൽ തന്നെ കുറച്ച് പണിയുണ്ട്, അതങ്ങോട്ട് ചെയ്തോ. ഇവിടെ ചെയ്യാലോ. ഒട്ടും വൈകണ്ട, അങ്ങോട്ട് തുടങ്ങ. ഇസ്രായേലിൽ പോണ്ടേ? പോണം. കയ്യിൽ തഴമ്പ് വരണ്ടേ? തുടങ്ങാ. നമ്മളെ ഇതൊന്നും ഊമ്പയൊന്നുമില്ല നമ്മളതിൽ. ഊമ്പൊക്കെ ഇവിടെ പുറയിലിരിക്കണ്ടല്ലോ. പോവാ.